ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 107. മഹാദേവൻ തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോൾ തൊട്ട് വൈശാഖി വലിയ സന്തോഷത്തിലായിരുന്നു. അതവളുടെ നടപ്പിലും ഇടുപ്പിലും എല്ലാം വ്യക്തമായി കാണാൻ സാധിക്കുന്നുമുണ്ട്. ആ ഒരുവന് വേണ്ടി രാവിലെ തൊട്ട് വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് പെണ്ണ്. ഇന്നേക്ക് 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു മഹാദേവൻ പോയിട്ട്. രാവിലെയും വൈകിട്ടും ഇത്തിരി നേരം ഫോണിൽ സംസാരിക്കുക എന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു കാര്യവും അവനെക്കുറിച്ച് വൈശാഖിക്ക് അറിയുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ നേരത്തും കഴിച്ചോ കുടിച്ചോ കോളേജിൽ പോകുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളായിരിക്കും പൊതുവെ അവനിൽ നിന്നും വരാറുള്ളത്. ഇന്നലെ രാത്രിയാണ് തിരിച്ചു വരികയാണെന്നുള്ള കാര്യം മഹാദേവൻ ഫോൺ ചെയ്ത് അവളോട് പറഞ്ഞത്. അതറിഞ്ഞപ്പോൾ തൊട്ട് പെണ്ണിന് ഇരിക്കപ്പൊറുതി ഉണ്ടായിരുന്നില്ല. ആ രാത്രി സന്തോഷം സഹിക്കാൻ വയ്യാതെ അവൾ ഉറങ്ങിയില്ല. എൻ്റെ വൈശുകൊച്ചേ, അവനിങ്ങ് വന്നോളും, നീ കോളേജിൽ പോകാൻ നോക്ക്. അവൾ പോകില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും അവളെ ഇട്ട് കളിപ്പിച്ചു പത്മ. ഞാൻ ഇന്ന് പോണില്ല മുത്തശ്ശി. പെണ്ണും നാണത്തോടെ മുഖം ചുവപ്പിച്ചു. അതെന്താ പോവാത്തെ? നിന്റെ പിശുക്കൻ വാദ്യാർ ഗൾഫിൽ നിന്നും വല്ലതാണോ വരുന്നേ? ബോണ്ട ഉച്ചത്തിൽ ചിരിച്ചു. പോ മുത്തശ്ശി കളിയാക്കാതെ. പെണ്ണ് ചുണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് പരിഭവപ്പെട്ടു. എന്നാ നീ ഇവിടെ ഇരുന്നോ. അല്ല പിന്നെ കോളേജിൽ പോകാതിരുന്നേന് ഇന്നവൻ വരുമ്പോൾ നിനക്കിട്ട് നല്ലത് കിട്ടും, നോക്കിക്കോ. അവർ വൈശാഖിയെ ഓർമ്മിപ്പിച്ചു. വൈശു മറുപടിയായിട്ടൊന്ന് ചിരിച്ചുവെങ്കിലും അവളുടെ മനസ്സിൽ ആ പേടിയുണ്ടായിരുന്നു. എങ്കിലും 5 ദിവസത്തെ വിരഹദുഃഖത്തിൻ്റെ തീവ്രതയിൽ അവൾ അതിനെ മറക്കാൻ ശ്രമിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്നതിൻ്റെ ശബ്ദം വൈശാഖി കേട്ടത്. മഹാദേവനായിരിക്കുമെന്ന് കരുതി ഹാളിൽ ഇരുന്നവൾ ഓടിച്ചാടി ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ കണ്ടു കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന കൃഷ്ണനെയും വസുന്ധരയും. അവരവിടെ പെട്ടെന്ന് അവിടെ കണ്ടതും വൈശാഖിയുടെ മുഖത്തെ ചിരി പൊടുന്നനെ മാഞ്ഞു. ഗൗരിയെ തിരഞ്ഞ് അവൾ ആ കാറിനുള്ളിലേക്ക് വീണ്ടും നോക്കി. പക്ഷെ ഗൗരി വന്നിട്ടുണ്ടായിരുന്നില്ല. സുഖാണോ വൈശാഖിക്ക്? ഉമ്മറപ്പടികൾ കയറി വന്ന കൃഷ്ണൻ അവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. സുഖ അങ്കിളെ. ഒരു ചിരി മടക്കിക്കൊടുത്തു പെണ്ണ്. എവിടെ എല്ലാവരും മോളെ? കൃഷ്ണൻ്റെ പിന്നിലായി കയറി വന്ന വസുന്ധര അവളുടെ അടുത്ത് എന്ന് മുഖത്തൊന്ന് തലോടിക്കൊണ്ടാണ് ചോദിച്ചത്. അകത്തുണ്ട് ആൻറ്റി, വായോ. പെട്ടെന്ന് വൈശാഖി ആതിഥ്യ മര്യാദ കാട്ടി. നിങ്ങളായിരുന്നോ? വാ കൃഷ്ണ, ഇരിക്ക്. അടുക്കളയിൽ എന്തോ പണിയായിരുന്ന പത്മാവതി വന്നത് മഹാദേവനായിരിക്കുമെന്ന് കരുതിയാണ് ഹാളിലേക്കപ്പോൾ ഇറങ്ങിച്ചെന്നത്. അമ്മയ്ക്ക് സുഖാണോ? അന്ന് ഗൗരിയുടെ പേരിൽ ഒരു ബഹളം ഉണ്ടായതിൽ പിന്നെ മംഗലത്ത് വീട്ടിലേക്കുള്ള വരവ് കുറഞ്ഞതുകൊണ്ട് തന്നെ കൃഷ്ണന് പത്മാവതിയോട് സംസാരിക്കുവാൻ ഒട്ടൊരു ചടപ്പ് തോന്നിയിരുന്നു. എനിക്ക് എന്ത് കുഴപ്പാ കൃഷ്ണ, നന്നായിട്ടിരിക്കുന്നു, നീ ഇരിക്ക്. യാതൊരു തരത്തിലുള്ള ഇഷ്ടക്കേടൊന്നും കാട്ടാതെയാണ് ബോണ്ട മരുമകനെ സൽക്കരിച്ചിരുത്തിയത്. കൃഷ്ണൻ സെറ്റിയിലേക്കായി ഇരുന്നതും അവരും എതിരായി കിടക്കുന്ന ഒരു കസേരയിലേക്ക് ഇരിപ്പുറപ്പിച്ചു. അമ്മേ, ലക്ഷ്മിയേട്ടത്തി എവിടെ? വസുന്ധര ഹാളിൽ മൊത്തം നോക്കിക്കൊണ്ട് തിരക്കി. അവളെ അടുക്കളയിൽ എന്തോ പണിയാ. മോളെ വൈശു, അവളെ ഒന്ന് പോയി വിളിച്ചോണ്ട് വാ നീ. പത്മാവതി അപ്പോൾ തന്നെ വൈശാഖിയോട് ആവശ്യപ്പെട്ടു. ശരി മുത്തശ്ശി. വൈശാഖി അകത്തേക്ക് പോകുവാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ലക്ഷ്മി ഹാളിലെ ബഹളം കേട്ട് അങ്ങോട്ടേക്ക് വന്നത്. ആഹാ, ഇതാരൊക്കെയാ? നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് വന്ന വിരുന്നുകാരെ കണ്ടതും ലക്ഷ്മിയുടെ മുഖത്ത് പൊടുന്നനെ സന്തോഷം പരന്നു. സുഖാണോ ഏട്ടത്തി? വസുന്ധര അവരുടെ അരികിൽ ചെന്ന് കൈകൾ കവർന്നു. സുഖം വസുന്ധരെ, എത്ര നാളായി നിന്നെ ഇങ്ങോട്ടേക്കൊന്ന് കണ്ടിട്ട്. സ്വന്തം വീട്ടിലേക്കുള്ള വഴിയൊക്കെ നീ മറന്നു അല്ലേ? നീ വാ, ഞാൻ കുടിക്കാൻ എന്തേലും എടുത്തോണ്ട് വരാം. ലക്ഷ്മി സ്നേഹത്തോടെ അവരെ നോക്കി ഒന്ന് പുഞ്ചിരി നൽകിയിട്ട് അടുക്കളയിലേക്ക് പോകാൻ വേണ്ടി തിരിഞ്ഞു. ലക്ഷ്മി നിൽക്ക്, ഞങ്ങൾ വന്നതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ, നീയും കൂടി കേൾക്കണം. അടുക്കളയിലേക്ക് പോകുവാനായി തിരിഞ്ഞവളെ കൃഷ്ണനൊരു ചിരിയോടെ പിന്നിൽ നിന്നും വിളിച്ചു. എന്താ ഏട്ടാ? ലക്ഷ്മി തിരിഞ്ഞ് പത്മത്തിൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നു. കഴിഞ്ഞ ആഴ്ച ഗൗരിയെ കാണാൻ ഒരു കൂട്ടർ വന്നിരുന്നു. കാണാനൊക്കെ നല്ല ചെക്കനാ, അവൾക്ക് ചേരുകയും ചെയ്യും. സ്കൂളിലെ സാറാ അവൻ. അന്വേഷിച്ചപ്പോൾ
വീടും വീട്ടുകാരും ഒന്നും തരക്കേടില്ല. അവളോട് ചോദിച്ചപ്പോൾ സമ്മതക്കേട് പറഞ്ഞുമില്ല. നമ്മളായിട്ട് അവർക്ക് വാക്കൊന്നും കൊടുത്തിട്ടില്ല. ഗൗരിയെ ഇഷ്ടമായിട്ട് അവർ 1-2 വട്ടം എന്നെ വിളിച്ചിരുന്നു. വാക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ വീട്ടുകാരെല്ലാവരും കൂടി ചെന്ന് അവരോടൊന്ന് സംസാരിക്കണ്ടേ? എല്ലാവർക്കും ഇഷ്ടമായ എല്ലാം ഒത്തു വന്നാൽ നേരത്തെ തന്നെ നിശ്ചയം നടത്തി വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കെട്ടു പിന്നീടാണേലും മതി. കൃഷ്ണനാണ് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത്. കേട്ടപ്പോൾ പത്മത്തിന് സന്തോഷമായി. നല്ലതാണെങ്കിൽ അവിടെ പഠിത്തം കഴിഞ്ഞിട്ട് നടത്താം കൃഷ്ണ, അതല്ലേ നല്ലത്. പത്മ ഒരു പുഞ്ചിരിയോടെ തിരക്കി. അത് മതിയാവും അമ്മേ. അളിയനോടും ദേവനോടും കൂടി ഇതൊന്ന് സൂചിപ്പിക്കുവാനാ ഇത്ര രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ചു വന്നേ. എവിടെ? അവരിവിടെ ഇല്ലേ? കൃഷ്ണൻ ആകാംക്ഷയോടെ തിരക്കി. പാക്കരൻ എന്താ ആവശ്യത്തിനു വേണ്ടി പുറത്തേക്ക് പോയതാ മോനെ. ദേവൻ ഇവിടെ ഇല്ല. അവനേതോ മീറ്റിങ്ങിന് വേണ്ടി ചെന്നൈ വരെ പോയേക്കുവാ. പത്മമാണ് മറുപടി നൽകിയത്. അതെയോ? എങ്കിൽ അമ്മ ഇക്കാര്യം അവർ വരുമ്പോൾ ഒന്ന് സംസാരിച്ച് വെച്ചേക്ക്. അടുത്ത ഞായറാഴ്ച ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങാം. അന്നാവുമ്പോൾ എല്ലാവരും ഇവിടെ കാണുകയും ചെയ്യുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. അയ്യോ, നിങ്ങളിപ്പോൾ തന്നെ പോവാണോ? പ്രാതലായിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാൽ മതി. അവരിറങ്ങുവാൻ തുടങ്ങുവാണെന്ന് മനസ്സിലായതും ലക്ഷ്മി പൊടുന്നനെ കയറി പറഞ്ഞു. ഞങ്ങൾ ഗൗരിമോട് അടുത്തേക്ക് വരെ ഒന്ന് പോവാ ഏട്ടത്തി. അവളെ കൂട്ടിക്കൊണ്ടു വരണം. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഇവിടെയും കൂടി ഒന്ന് കയറി പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അതുകൊണ്ട് നിൽക്കുന്നില്ല. വൈകിയ തിരിച്ചു വരാൻ താമസിക്കും. വസുന്ധര സ്നേഹത്തോടെ അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. അവർ പോകുന്നത് നോക്കി നിന്ന എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ നിറഞ്ഞിരുന്നു. കൊച്ചുമോളൊക്കെ തന്നെയാ. ചെന്ന് കയറുന്ന വീട്ടിൽ അവൾ മര്യാദയ്ക്കൊക്കെ താമസിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിലേ പാവം പിടിച്ച് എൻ്റെ മൂക്കും മരുമോനും ആയിരിക്കും പേരുദോഷം. അവരുടെ കാറ് ഗേറ്റും കടന്നു പോകുന്നത് നോക്കി നിന്ന പത്മം സ്വയം പറഞ്ഞു. അവനെയും കാത്തിരുന്നവളുടെ കണ്ണ് കഴച്ചു. പല പ്രാവശ്യം ദേവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടും അവൻ എടുക്കുന്നും ഉണ്ടായിരുന്നില്ല. നേരെ ഉച്ച കഴിഞ്ഞതും വൈശാഖിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അവനിങ്ങ് ട്രെയിനും പിടിച്ചിങ്ങ് വരണ്ടേ കൊച്ചേ, നീ വന്ന് ഊണ് കഴിക്കാൻ നോക്ക്. വൈശുവിൻ്റെ നോക്കിയിരിപ്പ് കണ്ടപ്പോൾ ചിരി വന്നുവെങ്കിലും ഇത്തിരി ഗൗരവത്തോടു കൂടി തന്നെയാണ് പെണ്ണിനെ ചോറുണ്ണാൻ അവർ വിളിച്ചത്. വരുന്നു മുത്തശ്ശി. അവൾ മനസ്സില്ലാ മനസ്സോടെ അവർക്ക് പിന്നാലെ ഡൈനിങ് റൂമിലേക്ക് നടന്നു. വരേണ്ട സമയമാകുമ്പോൾ അവനിങ്ങ് വന്നോളും. നീ എന്തിനാ കുഞ്ഞെ ഊണ് ഓർക്കവും ഇല്ലാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? ഉറക്കച്ചടവുള്ള പെണ്ണിൻ്റെ മുഖം കണ്ടതും ലക്ഷ്മി അവളെ വഴക്കു പറഞ്ഞുകൊണ്ടാണ് പാത്രത്തിൽ ചോറ് വിളമ്പിക്കൊടുത്തത്. വൈശാഖി മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ ചമ്മലോടെ വിളമ്പിക്കൊടുത്ത അത്രയും ചോറ് അവൾ തടസ്സം പറയാതെ കഴിച്ചു തീർത്തു. ചോറൂണ് കഴിഞ്ഞ് കുറച്ചു നേരം കൂടി പെണ്ണ് ഹാളിൽ കുത്തിയിരുന്നു. ഉറക്കം വന്ന് കണ്ണടഞ്ഞു പോകുന്നത് പോലെ തോന്നിയിട്ടും എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി കിടന്നുറങ്ങുവാൻ അവൾക്ക് എന്തുകൊണ്ടോ തോന്നിയില്ല. ഒടുവിൽ ബോണ്ട വേണ്ടി വന്നു അവളെ വഴക്ക് പറഞ്ഞ് മുറിയിലേക്ക് ഓടിക്കുവാൻ. റൂമിലേക്ക് ചെന്നവൾ കട്ടിലേക്ക് കമിഴ്ന്നു വീണത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. തലേ ദിവസത്തെ ഉറക്കക്ഷീണം കാരണം ഒരു നിമിഷം കൊണ്ടവൾ ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോയിരുന്നു. ഇടയ്ക്കെപ്പോഴോ വൈശാഖി ഒരു സ്വപ്നം കണ്ടു. ആ ഒരുവൻ തൻ്റെ മുഖത്തൂടെ ചുണ്ടുകൾ ഇഴയ്ക്കുന്നതും തന്നെ കെട്ടിപ്പിടിക്കുന്നതും തൻ്റെ നെറുകയിൽ പല പ്രാവശ്യം ആദരങ്ങൾ പതിപ്പിക്കുന്നതും ഒക്കെ അവനിലെ ചൂടിലേക്ക് മെല്ലെ നിരങ്ങി ചേർന്ന് കിടക്കുമ്പോൾ തൻ്റെ പ്രാണൻ്റെ ഗന്ധമേറ്റ് അവളുടെ ഉറക്കം പൊടുന്നനെ മുറിഞ്ഞിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ. വീണ്ടും വീണ്ടും പറയുക, സ്റ്റോറി തീരാറാവുന്നുണ്ട്. നമുക്ക് ഓരോ കഥാപാത്രങ്ങളെയും ഓരോ സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് വേണമല്ലോ മുമ്പോട്ട് പോകുവാൻ. അപ്പോൾ കുറച്ച് പാട്ടിൽ അവരുടെ റൊമാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങ് തീർക്കാം. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ.